4 മന്ത്രിമാരോടും ബിനോയ് വിശ്വം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആശയവിനിമയം നടത്തിയിരിക്കുന്നു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രിമാർ മറുപടി നൽകിയിരിക്കുകയാണ്. തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ PM ശ്രീ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് നീങ്ങുന്നു. സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് തന്നെ കൈമാറുകയാണ്. റഹീസ് റഷീദ്, TV പ്രസാദ് എന്നിവർ വിവരങ്ങളുമായി ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ നിർണായകമായ CPS സെക്രട്ടേറിയറ്റ് ചേരുകയാണോ? അതിനിടയ്ക്ക് 4 മന്ത്രിമാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിനോയ് വിശ്വം സംസാരിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണല്ലോ. എന്താണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം? സ്മൃതി, ഏറ്റവും നിർണായകമായ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പ് MN സ്മാരകത്തിൽ ആരംഭിച്ചു. ആ യോഗമെടുക്കുന്ന തീരുമാനം മുന്നണിയെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. കടുത്തൊരു നടപടിയിലേക്ക് CPI പോകും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 3 മന്ത്രിമാർ ഓൺലൈനിലാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. GR അനിൽ മാത്രമാണ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് MN സ്മാരകത്തിനകത്ത് യോഗത്തിനുള്ളത്. 4 മന്ത്രിമാരോടും ബിനോയ് വിശ്വം ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം പാർട്ടി എടുത്താലും അതിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന മറുപടിയാണ് K രാജനും P പ്രസാദും GR അനിലും J ചിഞ്ചുറാണിയും പാർട്ടി സെക്രട്ടറിയോട് പങ്കുവച്ചിട്ടുള്ളത്. 2 തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഒന്ന്, മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ നൽകുന്ന ഏറ്റവും കടുത്തൊരു തീരുമാനത്തിലേക്ക് CPI പോകുമോ എന്നറിയണം. അതല്ലെങ്കിൽ മുമ്പ് തോമസ് ചാണ്ടി വിഷയം വന്ന സമയത്ത് തുടർച്ചയായ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ മാറി നിന്നിരുന്നു. അങ്ങനെ മാറി നിന്നപ്പോഴാണ് തോമസ് ചാണ്ടിയോടന്ന് രാജി വാങ്ങിയത്. അതുപോലുള്ള ഒരു തീരുമാനം വന്നാൽ തന്നെ ഇപ്പോൾ ഒപ്പിട്ടതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം കൊണ്ട് ഒരു കാര്യവുമില്ല, പ്രതിഷേധം രേഖപ്പെടുത്തി എന്നു മാത്രമേ ഉള്ളൂ എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. മറ്റൊന്ന്, PM ശ്രീക്കെതിരായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തി അത് സർക്കാരിനെതിരായി മാറ്റുക എന്ന തരത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത്. യോഗം തുടങ്ങിയിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അല്പസമയത്തിന് അധിക സമയം നീണ്ടുപോവില്ല. മറ്റ് അജണ്ടകളൊന്നുമില്ല. എന്താണ് തീരുമാനം എന്ന് നേരത്തെ തന്നെ ഒരു ധാരണ പാർട്ടി നേതൃത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനം അല്പസമയത്ത് ഏതാണ്ട് 2 മണിക്ക് മുമ്പ് തന്നെ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറയും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. യോഗം തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. സ്മൃതി, യോഗം തുടങ്ങി മുന്നോട്ട് പോകുന്നു. 4 മന്ത്രിമാരുമായിട്ടും പ്രത്യേകം ബിനോയ് വിശ്വം സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.